ഇന്ന് രാവിലെ മീൻകറി വെച്ചപ്പോഴേ എനിക്ക് കപ്പയോട് ഒരു കൊതി തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജോലി കഴിഞ്ഞ് വരുമ്പോൾ നല്ല കപ്പ കിട്ടുകയാണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ എനിക്ക് നല്ല കപ്പ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു കടക്കാരനോട്, കപ്പ നല്ല കപ്പയാണെന്ന് വെച്ചാൽ പറഞ്ഞു, ചേച്ചി ധൈര്യമായിട്ട് കൊണ്ടുപോക്കും, നല്ല അടിപൊളി കപ്പയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കപ്പ വാങ്ങി ചെറുതാക്കി നുറുക്കി ഞാൻ കപ്പ വേവിച്ചെടുത്തു കേട്ടോ. അവിടെ ഞാൻ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും അത്രയും മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അത് ചതച്ച് എടുത്തിട്ട് ഞാൻ കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇട്ട് ശരിക്കും ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, അത് എരിവ് വേണ്ട, കാരണം മീൻ കറിയിൽ നല്ല എരിവുണ്ട്. അപ്പോൾ ഇതിനകത്ത് അധികം എരിവ് വേണ്ട, കപ്പയിൽ അധികം എരിവ് വേണ്ട, ഞാൻ ഇടാറില്ല. അപ്പോൾ ഇത്തിരി കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് ഇത് കപ്പ എടുത്തിട്ട് ശരിക്കും യോജിപ്പിച്ചെടുക്കുകയാണ്, നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ്. ശരിക്കും വെന്തൂട്ട കപ്പ നല്ല പൊടിഞ്ഞു പോയി വെന്ത് കഴിഞ്ഞപ്പോൾ. കുക്കറിൽ ഒറ്റ വിസിൽ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കോരി എടുത്തു കേട്ടോ. വേഗം അതിൻ്റെ ഇത് കളഞ്ഞിട്ട് ഞാൻ വേഗം അതിൻ്റെ ഏറ് കളഞ്ഞ് വേഗം എടുത്ത് കോരി എടുത്തിട്ട് ഞാൻ വെള്ളം വാലാൻ വെച്ചു. അങ്ങനെയാട്ടോ. അപ്പോൾ പൊടിഞ്ഞു പോയി, അല്ലെങ്കിൽ അത് വെള്ളത്തിൽ കൂടെ പോയേനെ. അപ്പം തന്നെ അത് ബിസിൽ കളഞ്ഞെടുത്തില്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ പോയേനെ. കടക്കാരൻ പറഞ്ഞതനുസരിച്ച് ഞാൻ അങ്ങനെ ചെയ്തേ. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു കൈ കൊണ്ടാണ് കേട്ടോ വീഡിയോ പിടിക്കുന്നതും, ഒരു കൈക്ക് ഇളക്കലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി അപാകതയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അരോചകം തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കൈ ഉണ്ട് ഭയങ്കര പാടായിരിക്കും. അങ്ങനെ അപ്പോൾ അയില വീട്ടിൽ എന്ത് കറി വെച്ചാലും ഉണ്ടല്ലോ, എന്ത് മീൻ കറി വെച്ചാലും തലഭാഗമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. മറ്റുള്ള ഭാഗങ്ങൾ വീട്ടിലുള്ളവർക്ക് കൊടുത്തിട്ട് ഞാൻ തലഭാഗം ഞാൻ കഴിക്കാറ്. ആദ്യം തലഭാഗം ഞാൻ കഴിക്കും. അപ്പം ഇതേപോലെ തന്നെ ഇപ്പം അയില വെച്ചിട്ടും ഇത് തലഭാഗമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം ഞാൻ ഇതിപ്പോൾ കഴിക്കാൻ പോണത് കപ്പയും അയിലത്തലയാണ് കേട്ടോ. പണ്ടത്തെ കാരണവന്മാർ പറയുമല്ലോ അയിലത്തല അളീനും കൊടുക്കില്ല എന്ന്. അപ്പം അതുപോലെ അയിലത്തല ഞാൻ ആർക്കും കൊടുക്കില്ല, ഞാൻ തന്നെയാണ് കഴിക്കാൻ പോണേ. അപ്പോൾ വൈകിട്ടത്തെ ഭക്ഷണമാണ് കപ്പയും അയിലത്തലയും. മീൻകറി നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കുടംപുളി ഇട്ട് വറ്റിച്ചതാണ് അയില. നല്ല നല്ല ചുമന്ന കളറിൽ കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവല്ലേ, നല്ല ടേസ്റ്റാണ്. നല്ല എരിവും അത്യാവശ്യം പുളിയും ഒക്കെ ചേർന്നതാണ് അയിലക്കറി. അപ്പോൾ അത് കൂട്ടിയിട്ട് കപ്പയും ഇട്ട് അത് കൂട്ടി കഴിക്കുമ്പോൾ കുറച്ച് മീനും ചാറൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ഭക്ഷണം കപ്പയും മീനാണ്. നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വയറ് നിറച്ച് കഴിച്ചു കേട്ടോ.